Class start ചെയ്യാം. All of you take your textbook. Be ready with your textbook, slate, pencil. Okay, very good. എവിടെ വരെ നമ്മൾ പഠിച്ചത്? എഫ് എഴുതാൻ പഠിച്ചില്ലേ? എഫ് എഴുതാൻ പഠിച്ചോ? എ ബി സി ഡി ഇ എഫ് എഴുതാൻ പഠിച്ചോ ആദിഷേ? ആദിഷ്? ഓക്കെ. എഫ് വെച്ചിട്ട് എത്ര വേർഡ്സ് പഠിച്ചു? We studied 4 words with F in the last class അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എഫ് എഴുതാൻ പഠിച്ചു. ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതാൻ പഠിച്ചു. സ്മോൾ ലെറ്റർ എഫ് എഴുതാൻ പഠിച്ചു. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ പഠിച്ചു? എഫ് വെച്ചിട്ട് 4 വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? എത്ര വേർഡ്സ് പഠിച്ചു? 4 വേർഡ്സ്. ഏതൊക്കെയായിരുന്നു അത് അൻവിത? എഫ് ഫോർ ഫിഷ്. ഒന്ന് മതി. ഇഷാനി, എഫ് ഫോർ ഫിഷ് അല്ലാതെ വേറൊരു വേർഡ് പറഞ്ഞേ. എഫ് ഫോർ ഫിഷ്. ഫ്രോഗ്. ഷഹൽ, എഫ് ഫോർ ഫ്ലാഗ്. വെരി ഗുഡ്. ഇനി ഏബിൾ ജിയോ, എഫ് ഫോർ ഒരു വേർഡ് കൂടി പഠിച്ചിട്ടുണ്ടോ നമ്മള്? എഫ് ഫോർ ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ് ആദിശ്രീ? പൂവാണ്. നിദാശക്കുട്ടി, ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷ് എന്താ? ഫിഷ് എന്നാ പറഞ്ഞാല് ഫിഷ് പറഞ്ഞാല് പറഞ്ഞേ. ഫിഷ് എന്താ? ഫിഷ് കറി. ഫിഷ് എന്താ? പിക്ചർ നോക്കിയ ഫിഷ്. ഇതെന്താ നിദാശ? ഇതെന്താ? ഫിഷ്. അപ്പൊ ഫിഷ് പറഞ്ഞാൽ എന്താ? പറയ്. ഓ ഉമ്മിയാണോ? അയ്യോടാ, മീനാണല്ലേ? ആ. ഇനി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ ഫാത്തിമ മെഹ്റീൻ? കൊടി. ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ പതാകയാണ് അല്ലേ? കൊടി. ഓക്കെ, അറിയാം. ഇനി ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താ ഹേൽജോ? ഫ്രോഗ് എന്താ? തവള. ഓക്കെ. അപ്പൊ ഏതൊക്കെ വേർഡ്സ് പഠിച്ചു? ഫിഷ്, ഫ്ലാഗ്, ഫ്ലവർ, ഫ്രോഗ്. ഓക്കെ. ഏതൊക്കെയാണ് സിയ ഫാത്തിമ? എഫ് ഫോർ അൺമ്യൂട്ട് ചെയ്ത് പറ മോളെ. എഫ് ഫോർ ഫിഷ്, ഫ്ലാഗ്. പിന്നെ ഓക്കെ. പിന്നെ ഫ്രോഗ്. നോട്ട് ഫ്ലാഗ്, ഫ്രോഗ്. ഓക്കെ. നെക്സ്റ്റ് ഐവിൻ ജോസഫ് ഒന്ന് പറഞ്ഞേ. എഫ് വെച്ചിട്ടുള്ള വേർഡ്സ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഐവിൻ ഒന്ന് പറഞ്ഞ മോനെ. ഐവിൻ, എഫ് ഫോർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ. അൺമ്യൂട്ട് ചെയ്തിട്ട് എഫ് ഫോർ ഫിഷ്. ഫ്രോഗ്, ഫ്ലാഗ്. ഓക്കെ. ഫ്ലവർ. പിന്നെ ഫ്രോഗ്. ഓക്കെ, വെരി ഗുഡ്. പൊന്നുമക്കളാണ്. ഇനി നെക്സ്റ്റ് വേർഡ്, നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ജി. എ ബി സി ഡി ഇ എഫ് ജി. എ ബി സി ഡി ഇ എഫ്
G. നമ്മുടെ റൈം മറന്നുപോയോ എല്ലാവരും? A for apple പാട്ട് മറന്നുപോയോ? എന്റെ കൂടെ ഒന്ന് പാടിയേ. A for apple and A for ant. Next, second, B. B for bat and B for boy. C for cat and C for cap. D for dog and D for dots. E for egg and E for elephant. Then F what's എന്തായിരുന്നു? F for fish and F for frog. F for fish and F for frog. Fishum frogum ആയി അല്ലേ? ഇനി നെക്സ്റ്റ് G ആണ്. G for goat and G for grass. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു വേർഡാണ് ഗ്രാസ് അല്ലേ? ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഗ്രാസ് എന്താ? പുല്ലാണ് അല്ലേ? ഗ്രാസ് പുതിയ വേർഡാണ്, പഠിച്ചു വെക്കുക. ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലാണ്. ഓക്കെ, പുല്ലിന് നമ്മൾ ഇംഗ്ലീഷിൽ വേർഡ് എന്താ പറയാ? ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഗ്രാസ്. ഗോട്ട് എന്താ? ഗോട്ട്. ഗോട്ട്. This is a goat. Goat എന്താ? ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പിക്ചർ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മക്കൾക്ക് അറിയോ നോക്കട്ടെ മിസ്. ഗോട്ട്. How many of you have goat in your house? എത്ര പേരുടെ വീട്ടില് ഗോട്ട് ഉണ്ട്? ലുബാബ കുട്ടിയുടെ വീട്ടില് ഗോട്ട് ഉണ്ട്. അപ്പൊ ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ലുബാബ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ആട്. പറഞ്ഞു മടുത്തു. ആടാണല്ലേ? ഗോട്ട് പറഞ്ഞാൽ എന്താണ്? ആടാണ്. ഡു യു ലൈക്ക് ഗോട്ട്സ്? ആടിന് ഇഷ്ടമാണ് നിങ്ങൾക്ക്? ആടിന് ഇഷ്ടാണോ? ഇഷ്ടല്ലേ? പറഞ്ഞ മിസ്സിനോട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. ഡു യു ലൈക്ക് ഗോട്ട്സ്? യെസ്. അപ്പൊ ഗോട്ട്. ജി വെച്ചിട്ടുള്ള 3 വേർഡ്സ് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ ഗോട്ട്. ഗോട്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്. ഗോട്ട്. ഗോട്ട്. പറഞ്ഞു നോക്കിയേ മിസ്സിന്റെ കൂടെ. ഗോട്ട്. ജി ഫോർ ഗോട്ട്. ജി ഫോർ ഗോട്ട്. തൊട്ട് കാണിച്ച ടെക്സ്റ്റ് ബുക്കില് നമ്മുടെ ഏബിൾസിന്റെ കാണിച്ചു തന്നാലും മിസ്സിന്റെ ഗോട്ട് തൊട്ട് കാണിച്ചേ. ഗോട്ട്. Goat. Next one, girl. Girl. How many girls are in LKG? LKG യിൽ എത്ര ഗേൾസ് ഉണ്ട്? LKG യിൽ എത്ര പെൺകുട്ടികൾ ഉണ്ട്? ഗേൾസ് ഒന്ന് കൈപൊക്കിയേ. ഗേൾസ്. ഗേൾസ് ഒന്ന് കൈപൊക്കിയേ. ഗേൾസ്. ഗേൾസ് ഒന്ന് കൈപൊക്കിയേ. ആരൊക്കെയാ ഗേൾസ് നോക്കട്ടെ. ഗേൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷിത. ഇഷിത കുട്ടിയെ ക്ലാസ്സിൽ ഇരുന്ന് എന്റെ മോള് നേരെ. അത് ഇഷ്ടമാണ് വീഡിയോ. ഇഷിത കുട്ടി, ഗേൾ എന്ന് പറഞ്ഞാൽ ആരാ? ഗേൾ പെൺകുട്ടിയാണല്ലേ? നമ്മുടെ ഏബിൾ ജിയോ ആരാണെന്നറിയോ? ബോയ് ആണ്. ബോയ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? പണ്ട് പഠിച്ചിരുന്നില്ലേ? ബോയ്. യു ആർ എ ബോയ്. ആൺകുട്ടിയാണല്ലേ? ഓക്കെ. ഗേൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടിയാണ് അല്ലേ? ഇവിടെ ഒരു പെൺകുട്ടിന്റെ, ഒരു ഗേളിന്റെ ഫോട്ടോ ഉണ്ട്. ദിസ് ഈസ് എ ഗേൾ. ഓക്കെ, ഷീ ഈസ് എ ഗേൾ. അപ്പൊ പെൺകുട്ടികളെ നമ്മൾ എന്താ പറയാ? ഗേൾ എന്നാ പറയാ. ക്ലാസ്സിൽ LKG ക്ലാസ്സിൽ ഗേൾ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എണീക്കേണ്ടത്? പെൺകുട്ടികൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം അല്ലേ? ഗേൾ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഗേൾസ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഓക്കെ. ഗേൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പെൺകുട്ടി. ബോയ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആൺകുട്ടി. ബോയ് ആരാണ്? ആൺകുട്ടി. ഓക്കെ. നെക്സ്റ്റ്, grapes. Do you like grapes? Do you like grapes? No. Heljo, do you like grapes?
ഉമറിന് ഇഷ്ടാണോ ഉമറെ? ഗ്രേപ്സ് ഇഷ്ടാണോ ഉമറിന്? ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രൂട്ട് ആണ്. എന്ത് ഫ്രൂട്ടാ? മുന്തിരിയാണ് അല്ലേ? നിങ്ങള് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറുക്കന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? കുറുക്കന്റെ കഥ കേട്ടിട്ടുണ്ടോ? You want to hear a story? കഥ കേൾക്കണം നിങ്ങൾക്ക്? കുറുക്കന്റെ കഥ പറഞ്ഞു തരണോ മിസ്? വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം പഠിച്ചിട്ട് മിസ് കഥ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ ഗോട്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്. നെക്സ്റ്റ് വൺ ഗേൾ, പെൺകുട്ടി. പെൺകുട്ടി. ഗേൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പെൺകുട്ടി. നെക്സ്റ്റ് ഗ്രേപ്സ്. ഗ്രേപ്സ് എന്താ? മുന്തിരി. ഗ്രേപ്സ്, മുന്തിരി. മുന്തിരി ഇഷ്ടാണോ എല്ലാവർക്കും? മുന്തിരി ഇഷ്ടാണോ? ഇഷ്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ goat. G for goat and G for grass. G for goat. Goat എന്ന് പറഞ്ഞാല് ആട്. നെക്സ്റ്റ് വൺ G for girl. Another one G for grapes. Grapes എന്താണ്? മുന്തിരി. ഓക്കെ, goat, girl, grapes. ഒന്ന് പറഞ്ഞു നോക്കിയേ. G for goat പറഞ്ഞേ. G for goat. മിസ്സിന് കാണാൻ ഇവിടെ നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ മിസ്. G for goat. പറഞ്ഞേ. G for goat. Okay, next one girl. Another one grapes. ഉമറെ ഒന്ന് പറഞ്ഞു നോക്കിയേ മോനെ വേർഡ്സ്. എന്റെ മോനൊന്ന് പറഞ്ഞു നോക്കിയേ. G for ഓക്കെ, മിസ്സിന് കാണാൻ പറ്റില്ല. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. വേർഡ്സ് ഒന്ന് പറഞ്ഞേ. goat, grape, grape. നെക്സ്റ്റ് ഇഷിത കുട്ടി ഒന്ന് പറഞ്ഞേ. ഇഷിത. goat. Next one girl. Third one grapes. Next class വരുമ്പോ നല്ല മോളായിട്ട് പഠിച്ചിട്ട് വരണേ. പൊന്നു മോളായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടാ. നോക്കട്ടെ മിസ്. ഇനി ആദിഷിന് ഭയങ്കര റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലോ. ഏബൽസിന്റെ ഒന്ന് പറഞ്ഞു നോക്കിയേ മോൻ. പറഞ്ഞു കഴിഞ്ഞു ഇത്ര സ്പീഡില്? സൂപ്പർ ആണല്ലോ. ഒന്നുകൂടി പറഞ്ഞേ, മെല്ലെ പറഞ്ഞേ. ഓക്കെ മിസ് മതി, നിർത്തി. മിസ് അത്ര ചോദിക്കുന്നുള്ളൂ. പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, പറഞ്ഞോ ഫാത്തിമ സിദ്ദിഖ്. ഗ്രേപ്സ് പല്ല മുത്തേ. Grapes. Say with me. Grapes. Okay. Next, Ivan. Ivan പറഞ്ഞോ. G for grapes. Grapes. Okay.
സിയ ഫാത്തിമ. Got. Grass. Okay. Grace. ഇതാരാ ഇത്? ഈ കുട്ടീനെ എന്താ പറയാ? പെൺകുട്ടീനെ ഗേൾ. ഓക്കെ. ഹെയിൽജോ. ഹെയിൽജോ. കഴിഞ്ഞു. നിടാഷ. നിടാഷ. Goat. Goat. Grapes. Grapes. Adishri. G for God. G for good. G for grapes. Okay. ഏബൽ ജിയോ. എന്തിനാ അമ്മന്റെ മടിയിലെല്ലാം കയറിയിരിക്കുന്നത്? എന്റെ പൊന്ന് താഴെ ഇരുന്നേ. കസേരയിൽ ഇരുന്ന് എന്റെ മോൻ ഇരുന്നേ. ആ പറഞ്ഞോ. നല്ല മോനാണ്. ജി ഫോർ ഏബൽ ജിയോ പറഞ്ഞ മിസ്സിന്റെ കൂടെ പറഞ്ഞാ മതി. ജി ഫോർ ഗോട്ട്. ഗോട്ട് പറഞ്ഞേ. മിസ്സിന്റെ കൂടെ പറഞ്ഞാ മതി. ഗോട്ട്. കഥ പറഞ്ഞു തരണ്ടേ? കഥ കേൾക്കണ്ടേ? ബലൂണ് കാണണം. ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വാങ്ങിയ ബലൂണ് കാണണം മോന്. ആ പറഞ്ഞേ. ഗോട്ട്. ഗോട്ട്. നെക്സ്റ്റ് ഗേൾ. Grapes. ഗ്രേപ്സ്. ഓക്കെ, വെരി ഗുഡ്. നല്ല മോനാണ്. ഇനി ഷഹൽ. G for boat. G for bear. Girl. G for grapes. 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 That's enough. Next is Shani. Shanu. G for goat. G for bear. G for grape. Very good. Anvida. Anvida, are you there? Anvida. Okay, അവള് വരട്ടെ. അപ്പൊ ഏതൊക്കെ വേർഡ്സ് പഠിച്ചു? 3 എണ്ണം പഠിച്ചു അല്ലെ? ഏതൊക്കെയാണ്? G for goat, G for girl, G for grapes. G for grapes. ഇനി നമുക്ക് G എഴുതാൻ പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ G എഴുതാൻ പഠിക്കാം. അതിനു മുന്നേ ഒന്ന് F എഴുതി കാണിച്ചേ. ക്യാപിറ്റൽ ലെറ്റർ F ഒന്ന് മിസ്സിനെ എഴുതി കാണിച്ചേ. റൈറ്റ്. ക്യാപിറ്റൽ ലെറ്റർ F. റൈറ്റ്. ക്യാപിറ്റൽ ലെറ്റർ F. Okay, Ishani. You have to write small letter also. Small letter കൂടെ എഴുതിയ മോളെ. Okay, very good. ഏബൽ ജിയോ എഴുതിയിട്ടുണ്ട്. ആഹാ, അൻവിത എവിടെയാ പോയത്? ക്ലാസിന്റെ നടുവിൽ എവിടെയാ പോയത്? ആൻസർ പറഞ്ഞേ. അൻവിത, what are you doing there? Are you playing? വേഗം വന്ന് എഴുതിയ മോളെ. ഇതെല്ലാവരും എഴുതി. F. Okay. Okay. മിസ് കാണുന്നുണ്ട് ഇവിടുന്ന്. ഫാത്തിമ മെഹറിൻ റൈറ്റ് സ്മോൾ ലെറ്റർ F ഓൾസോ. സ്മോൾ ലെറ്റർ F കൂടി എഴുതിയേ. ഓക്കെ, ഉമറിനത് മിസ് കണ്ടു. ഉമർ, ഡോണ്ട് യു ഹാവ് സ്ലേറ്റ്? മോന് സ്ലേറ്റ് ഇല്ലേ മോനെ?
ഓക്കെ, ഇനി ആർക്കെങ്കിലും എഴുതാൻ അറിയാത്തതുണ്ടോ? ആദിഷ്, turn on a video, and Abel Sindo, please turn on a video. Anvida, sit down. G for God. G for God. G for great. എവിടെയാ പോയതിപ്പോ? ബാത്റൂമിൽ പോയതാണ്. എന്നാ കുഴപ്പമില്ല. എഴുതി കാണിച്ചേ capital letter F and small letter F. Now we are going to learn how to write capital letter G. Capital letter G. Okay, be ready with your slide. G. ഇവിടെ ഞാൻ വരയ്ക്കുന്നതായതുകൊണ്ട് കുറച്ച് ഇങ്ങനെയാകും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്ക. മക്കളെ നോക്ക. G. Capital letter G. കണ്ടോ എങ്ങനെയാ മിസ് എഴുതിയത്? എങ്ങനെ എഴുതിയത്? മുകളിൽ നിന്ന് ഇങ്ങനെ നോക്ക്. G. This is capital letter G. കണ്ടോ? G. പറഞ്ഞോണ്ട് എഴുതിയേ G. സ്ലൈറ്റ് നിറയെ എഴുതി നോക്കിയേ. മിസ് വരയ്ക്കുന്നത് തന്നെ നോക്കണേ. G. G. This is capital letter G. 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 Okay. Parents ഒന്ന് കൈ പിടിച്ച് എഴുതിപ്പിക്കുക തന്നെ ചെയ്തോ. അവർക്ക് കൈ വഴങ്ങില്ല, അവർ ഇതുവരെ എഴുതാത്തതല്ലേ. ഇങ്ങനെ മുകളിലൂടെ സി എഴുതുന്ന പോലെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് G. This is capital letter G. 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 Okay, show me your slate. Show me your slate. Very good. പൊന്നു മക്കളാണ്. എഴുതാൻ പറ്റുന്നുണ്ടോ? Okay, very good. This is capital letter G. Ishita, show me your slate. Ishita Kutti, show me your slate. Okay. Opposite side, slide in the mother side, capital letter G എഴുതിയേ. Capital letter G എഴുതിയേ. സി ആദ്യം എഴുതുന്ന പോലെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് G. G.
എന്നെക്കാട്ടി നന്നായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ അല്ലേ? മിസ്സിന് എഴുതാൻ അറിയേയില്ല അല്ലേ? മക്കൾക്ക് അറിയാം. ജി, വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ ജി. എ ബി സി ഡി ഇ എഫ് ജി. ഇതെന്താണെന്ന് അറിയോ? ദിസ് ഈസ് സ്മോൾ ലെറ്റർ ജി. ഒരു ക്യാപിറ്റൽ ലെറ്ററിന്റെ ജിക്ക് എന്തെങ്കിലും കൂടി ഉണ്ടാകും? സ്മോൾ ലെറ്റർ ജി കൂടി ഉണ്ടാവും. ഇഷാനി മടുത്തു. അയ്യോ അല്ലേ ഷാനി? ജി, സ്മോൾ ലെറ്റർ ജി. ദിസ് ഈസ് സ്മോൾ ലെറ്റർ ജി. This is small letter G. ഒന്ന് എഴുതി നോക്കിയേ. ഇങ്ങനെ ഒരു കുഞ്ഞു വട്ടം പോലെ വന്ന് അവിടുന്ന് താഴോട്ട് എന്നിട്ടൊന്ന് ഇങ്ങോട്ട് കുനിച്ചാൽ മതി. G. Small letter G. This is small letter G. എഴുതി നോക്കിയേ. മിസ് എഴുതുന്ന നോക്കിയേ. സ്മോൾ ലെറ്റർ ജി. എളുപ്പമല്ലേ എഴുതാൻ? അല്ലേ? എളുപ്പമാണോ എഴുതാൻ? Show me your slate. All of you show me your slate. Very good. ഒന്ന് എഴുതി കാണിച്ചേ ആദിഷേ. ആദിഷ് ഉമറൊക്കെ ഒന്ന് കാണിച്ചേ. ഫാത്തിമ സിദ്ദീഖിന്റെ ക്യാപിറ്റൽ ലെറ്റർ ജി മാത്രമേ മിസ് കാണുന്നുള്ളൂ. സ്മോൾ ലെറ്റർ ജി കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതാൻ പഠിച്ചു. ജി. This is small letter G. This is capital letter G. ഓ ഷാനിമടുത്ത്. ഓ ഈ ടീച്ചർ ഒരു പ്രാവശ്യം ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതും, ഒരു പ്രാവശ്യം സ്മോൾ ലെറ്റർ ജി എഴുതും അല്ലേ? This is small letter G. G, capital letter G. Okay. Okay, show me your slate. Show me your slate. Slate കാണിച്ചേ. ഓക്കെ, നല്ല മക്കളാണല്ലേ. എഴുതാൻ പഠിച്ചിട്ടുണ്ട് ഏകദേശം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്തൊക്കെ പഠിച്ചിട്ട് വരും? എഴുതാൻ പഠിച്ചിട്ട് വരും അല്ലേ? ഇവിടെ നല്ലൊരു ആക്ടിവിറ്റി ഉണ്ട് നിങ്ങൾക്ക്. നോക്ക്, കളർ ദ ജി, കളർ ദ ക്യാപിറ്റൽ ലെറ്റർ ജി റെഡ് ആൻഡ് ദ സ്മോൾ ലെറ്റർ ജി യെല്ലോ. നോക്ക്, ക്യാപിറ്റൽ ലെറ്റർ ആദിശ്രീ ശ്രദ്ധിക്കുമോളെ. ക്യാപിറ്റൽ ലെറ്റർ ജിക്ക് എന്ത് കളർ കൊടുക്ക? റെഡ് കളർ കൊടുക്ക. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ജി. ആൻഡ് സ്മോൾ ലെറ്റർ ജിക്ക് എന്ത് കളർ കൊടുക്ക? യെല്ലോ കളർ കൊടുക്ക. റെഡ് എന്ന് പറഞ്ഞാൽ ഏതാ കളർ? റെഡ്. റെഡ് കളർ ഏതാ? ചുവപ്പാണ് അല്ലേ? ഇനി യെല്ലോ എന്താ? യെല്ലോ മഞ്ഞ കളറാണ്. ഓക്കെ, നമുക്ക് കളേഴ്സ് ഒക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമുള്ള പരിപാടിയല്ലേ? ഇഷ്ടമല്ല കളർ ചെയ്യാൻ? ആണ്. കൂടത്തിൽ ഇതും കൂടി നോട്ട്ബുക്കിലും കൂടി എഴുതുക. ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്? മൺഡേ വരെ സമയമില്ലേ? അതിനിടയ്ക്ക് ഈ പേജ് നിങ്ങൾ ഫില്ല് ചെയ്യുക.
ഇതിൽ എഴുതി പഠിക്കുക. അതിനുശേഷം മാത്രം നോട്ട്ബുക്കിൽ മിസ് എപ്പോഴും പറയാറുള്ള പോലെ 4 കോളാക്ക. ഫസ്റ്റ് ആദ്യത്തേത് ക്യാപിറ്റൽ ലെറ്റർ ജി, സ്മോൾ ലെറ്റർ ജി, ക്യാപിറ്റൽ ലെറ്റർ ജി, then സ്മോൾ ലെറ്റർ ജി. ഓക്കെ, ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ഒരുപാട് സമയം പഠിച്ചില്ലേ ഇന്ന്? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മിസ് പോയിക്കോട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജി എഴുതാൻ പഠിക്കും, സ്മോൾ ലെറ്റർ ജി എഴുതാൻ പഠിക്കും, 3 വേർഡ്സും പഠിക്കും. ഓക്കെ, ബൈ ബൈ, see you. All stand up, all stand up, all stand up, all stand up, sit down, sit down, sit down, stand up, stand up, hands up, hands down, sit down. Bye. See you in the next class. Bye. Okay.